വിവാദ നായിക ജിസേല് ഒരു ഇന്റർവ്യൂ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഇന്റർവ്യൂവിലുള്ള പ്രസക്ത ഭാഗങ്ങളിൽ കുറച്ച് ഭാഗം ഞാൻ ചൂണ്ടിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കൊരു കാര്യം പറയാനുണ്ട്. ജിസേലും ആരും തമ്മിൽ പ്രണയമായിരുന്നോ കാമമായിരുന്നോ എന്നുള്ള ഡിസ്കഷനിൽ ഇവിടെ നടക്കുന്നത്. അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നത് സ്കിപ്പ് ചെയ്തിട്ട് പോകാം, അതല്ല ഇവിടെ പറയുന്നത്. സോഷ്യൽ എല്ലാ യൂട്യൂബേഴ്സും എടുത്തു വെച്ചിട്ട് ആ പുതപ്പിനടിയിലുള്ള സ്പെസിഫിക് സാധനം അതല്ലേ, അതിവിടെ ഡിസ്കഷന് വെക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം നമ്മളൊന്നും കണ്ടിട്ടില്ല. അനുമോള് കണ്ടൊരു കാര്യം നമ്മൾ കണ്ടു എന്ന് പറയുന്നത് ശരിയാണോ? അല്ലല്ലോ. അനുമോൾ അതിൽ ഉറച്ചു നിൽക്കുമ്പോൾ അവൾ എന്തോ കണ്ടിട്ടുണ്ടെന്നുള്ളത് ഉറച്ച കാര്യമാണ്. അത് ഇല്ല എന്ന് പറയുന്ന ഈ പറയുന്ന കുറേ ഫാൻസ് ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ജിസേലിൻ്റെയും ആര്യൻ്റെയും ഫാൻസ്, അവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതൊരു തെറ്റൊന്നുമല്ല. അവർക്ക് പരസ്പരം പ്രണയമുണ്ട്. ഇപ്പോൾ ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള പ്രണയം ഇപ്പോഴും ക്ലാരിറ്റി കിട്ടാതെ ഇങ്ങനെ അലയുന്നില്ലേ? ആ ഒരു ക്ലാരിറ്റി ഇവർക്ക് രണ്ടുപേർക്കും ഇല്ലാതില്ല. ചെറുക്കൻ ചെറുതാ, അമ്മ സമ്മതിക്കാൻ ബുദ്ധിമുട്ടാ. അമ്മയെ വിട്ടൊന്ന് ചിന്തിക്കാൻ അവനെ കൊണ്ട് പറ്റുകയില്ല. കാരണം അവൻ്റെ ബ്രദർ കണ്ടില്ലേ, നല്ല ഫ്രണ്ട്സാണ്. അവർ തീർച്ചയായിട്ടും ഇതിനകത്ത് മറ്റൊരു തീരുമാനമായിരിക്കും എടുക്കുകയുണ്ടാവുക. അതുകൊണ്ടായിരിക്കും അത് തുറന്നു പറയാൻ അവർ മടി കാണിക്കുന്നത്. പക്ഷെ അവിടെ വെച്ച് അമ്മയോട് അവൻ പറയുന്നുണ്ട്, ജിസേലും മകളല്ലേ, ജിസേലും അങ്ങോട്ട് സ്വീകരിച്ചു എന്ന്. ഇല്ല, നിങ്ങൾ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് പറഞ്ഞ് അമ്മ അതിൽ നിന്ന് സ്കിപ്പാവുന്നിടത്ത് കാര്യം വ്യക്തമാണ്. മാത്രമല്ല, ആ ബിഗ് ബോസിലേക്ക് വന്ന അമ്മ ഡ്രോയറൊന്ന് തുറക്കെ കാണട്ടെ എന്ന് പറഞ്ഞു. അതെന്തിനാണെന്ന് അറിയാമോ? അവ അടുക്കിപ്പറക്കി വെക്കാത്തത് കൊണ്ടല്ല, ആ പറയുന്ന സ്പെസിഫിക് സാധനത്തിൽ അവളുടേതും അവൻ്റെതും കൂടെ മിക്സ് ചെയ്തിട്ടിരിക്കുകയാണ്. പിന്നെ ഇവൻ്റെ ജെട്ടി അവൾ കഴുകുന്നു, അവൻ്റെ ജെട്ടി ഇവള് കഴുകുന്നു, ഒരു ജെട്ടി മയം തന്നെ. ഇതിൻ്റെ ഇടയ്ക്ക് അനുമോളടുത്ത് പോയി ചോദിക്കുന്നുണ്ട് ആര്യൻ, എൻ്റെ ജെട്ടി ഒന്ന് കഴുകി തരുമെന്ന്. ഇവനെന്താ ജെട്ടി കഴുകാൻ പറ്റത്തില്ലേ? അതുപോലെ എൻ്റെ മമ്മി ജെട്ടി കഴുകാൻ പഠിപ്പിച്ചില്ലേ? എന്ത് തന്നെയായാലും ജിസേൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ആര്യനുമായിട്ട് പ്രണയമാണോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ആദ്യം. അത് നമുക്കൊന്ന് കേൾക്കാം. ജിസേലിന് ആര്യനോട് ഒരു ലവ് തോന്നിയിട്ടുണ്ടോ? ലവ് തോന്നിയിട്ടുണ്ട്. അത് ലവ് തോന്നിയിട്ടുണ്ട്, സിമ്പിൾ. അവിടെ ലവ് ഉണ്ടായിരുന്നു, അത് കാമമായിരുന്നു. ആ കാമ ആസക്തിയിലാണ് അവർ പുതപ്പിനകത്ത് ആ കുൽസിതമൊക്കെ കാണിച്ചത്. ഇനി മോഹൻലാലാണ് മാപ്പ് പറയേണ്ടത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ അത്രത്തോളം മോശപ്പെടുത്തി അനുമോളെ തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ടായിരുന്നു. മോഹൻലാൽ പബ്ലിക്കിനോടും അനുമോളോടും മാപ്പ് പറയണം. അനുമോള് കണ്ടു എന്ന കാര്യം ഇപ്പം വീണ്ടും ബിഗ് ബോസ് എണ്ണം കണ്ടിട്ടുണ്ട്. മോഹൻലാൽ കണ്ടിട്ടുണ്ടാവോ ഇല്ലെന്ന് ഇന്നത്തെ എപ്പിസോഡിൽ അറിയാൻ പറ്റും. ഇന്നത്തെ എപ്പിസോഡിൽ ആരും ചോദിക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ ഏകദേശം മോഹൻലാൽ കണ്ടു കാണാനാണ് സാധ്യത. മോഹൻലാലിന് അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതും വസ്തുത. ഈ ജിസേലും ആര്യനും സത്യത്തിൽ മോഹൻലാൽ അനുമോളെ ഫയർ ചെയ്യുമ്പോൾ സന്തോഷിക്കുകയല്ലേ ചെയ്തത്? കാരണം അവരുടെ കള്ളത്തരം ഇത്രയധികം ക്യാമറകൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതിലൊരു സന്തോഷമല്ലേ അവർക്ക് ഉണ്ടായിട്ടുണ്ടാവാം. എന്തോ ബാക്കി ഞാൻ കയറാൻ നേരത്തെ എനിക്കറിയാമായിരുന്നു ഇതർ ആൾക്കാരെ എന്നെ ഹേറ്റ് ചെയ്യും അല്ലെങ്കിൽ ഇഷ്ടപ്പെടും. എനിക്കറിയാമെന്ന് വെച്ചാൽ ഞാനായിട്ട് തന്നെ നിന്നാൽ മതി. ഞാൻ കുറേ ഷാനവാസ് പറയുന്ന പോലെ ഞാൻ മൊത്തം ചുരിദാർ എല്ലാ ദിവസവും ഇട്ടിട്ട് സാരി ഇട്ടിട്ട് കുടുംബശ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ അത് ഫേക്ക് ആയിരിക്കും. ബിക്കോസ് ഞാൻ റിയൽ ലൈഫിൽ അങ്ങനെ അല്ലല്ലോ. ഞാൻ എല്ലാ സ്റ്റൈലിൻ്റെ ഉടുപ്പിടും. അതുകൊണ്ട് ഞാൻ എല്ലാ സ്റ്റൈലിൻ്റെ ഞാൻ തന്നെ ആയിട്ട് നിന്ന്. അപ്പോൾ ആൾക്കാരെന്നെ ഇഷ്ടപ്പെടുമോ ഇല്ലെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷെ ഞാൻ എന്നെ അക്സെപ്റ്റ് ചെയ്ത് എന്നെ ഇഷ്ടപ്പെട്ട് അതിനെ വളരെ നന്ദി. ആൻഡ് ഐ ആം ഓൾവേസ് ഗ്രേറ്റ്ഫുൾ ടു മൈ മലയാളി പ്രേക്ഷകർ. അപ്പോൾ മലയാളി പ്രേക്ഷകരോട് പുള്ളിക്കാരത്തേക്ക് പറയാനുള്ളത് വളരെ നന്ദിയാണ്. സത്യത്തിൽ ഈ പെണ്ണ് അതിനകത്ത് കയറിയതിൻ്റെ റീസൺ അത് തന്നെയാണ്. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട്. ഹിന്ദി ബിഗ് ബോസിൽ 22 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടുന്ന് പുറത്താക്കപ്പെടുകയാണ് ചെയ്തത്. കാരണം 22 ദിവസത്തെ ജേർണി തന്നെ അവർക്ക് സഹിക്കാൻ പറ്റാത്തൊരു സംഗതി ആയിരുന്നിരിക്കാം. പുള്ളിക്കാരത്തെ പിടിച്ച് പുറത്താക്കി. ഇതിനകത്ത് അവൾ നിന്നത് 60 ദിവസത്തിന് മുകളിൽ നിന്നതിൻ്റെ റീസൺ ആര്യനുമായിട്ടുള്ള കുൽസിത പ്രവൃത്തിയാണ്. കുൽസിതം കാണാൻ ഇഷ്ടമുള്ള മലയാളികൾക്ക് അത് ഭയങ്കര സന്തോഷമായിട്ട് തോന്നി. ജിസേൽ പുറത്തു പോയപ്പോൾ ഭയങ്കരമായിട്ട് കിടന്ന് ബഹളം വെക്കുന്നുണ്ടായിരുന്നു. അയ്യോ, ഭയങ്കരമായിട്ടുള്ള ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു നടപടിയല്ല, അവർ എവിക്റ്റ് ചെയ്യാനേ പാടില്ലായിരുന്നു, അവർ ഭയങ്കര സംഭവമായിരുന്നു, അവിടെ കളിയുടെ ബഹളമായിരുന്നു. പക്ഷെ ആളുകൾ ഉദ്ദേശിച്ച കളി അതാണ്, ഏത് പുതപ്പിനകത്തുള്ള കളിയാണ് എന്നുള്ളതാണ് വ്യക്തം. ഒന്നും പറയാനില്ല. അതുകൊണ്ട് അങ്ങനെ ഇല്ല. പക്ഷേ ആ നേരത്തെ വിഷമമുണ്ടായിരുന്നു. അനുമോൾ എന്തിനാ നുണ പറഞ്ഞത് അത് ഓർത്തിട്ട് വിഷമമുണ്ടായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ കരഞ്ഞില്ല. എനിക്കറിയാമായിരുന്നു ഞങ്ങൾ റോങ് ചെയ്തില്ലെങ്കിൽ പിന്നെ ആരോടാണ് പേടിക്കണം? നമുക്കൊരു പേടി അവരോട് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ഞാൻ. അതിനുശേഷം അനുമോൾ അങ്ങനെ പറഞ്ഞതിന് ശേഷം ജിസേലിന് തോന്നിയോ ഇപ്പം നമ്മൾ ഒരേ ബെഡിൽ കിടക്കേണ്ട, മാറിക്കിടക്കാമെന്ന് തോന്നിയോ? അല്ലെങ്കിൽ പിന്നീടായിരുന്നു ജിസേൽ അങ്ങനെ മാറിക്കിടക്കുന്നത് കുറേ കഴിഞ്ഞിട്ട്? അത് ആദ്യമേ ചെയ്താൽ മതിയായിരുന്നു, അങ്ങനെ തോന്നിയില്ലല്ലോ? അനുമോൾ പറഞ്ഞപ്പോൾ ഞാൻ ബെഡ് മാറുമായിരുന്നെങ്കിൽ ആൾക്കാർ ഓർക്കും അനുമോൾ ശരിയാണ് കാര്യം പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ബെഡ് മാറിയില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ റോങ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ആരോടാണ് പേടി? നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ശരിയല്ലേ ചെയ്യണം. ഇപ്പോൾ നമുക്ക് എന്നാ പേടി? അതുകൊണ്ട് ഞാൻ ചെയ്തില്ല. അതെന്തിനാ
ആ ഒരു ബെഡ് മാറിയെന്ന് വെച്ചാൽ അമ്മമാർ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു. അമ്മമാർ നമുക്ക് സെൻസിറ്റീവ് അല്ലേ, പിന്നെ എൻ്റെ അമ്മ ഒരു പെണ്ണിൻ്റെ അമ്മ അല്ലേ, അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ അമ്മക്ക് സങ്കടമുണ്ടെന്ന്. പക്ഷേ എൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞില്ല, നീ മാറണം. അമ്മ പറഞ്ഞ് ഇപ്പം കുറേ കണ്ടസ്റ്റൻറ്റ് എലിമിനേറ്റ് ആയ, അപ്പം നിനക്ക് വേണമെങ്കിൽ ബെഡ് മാറും. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ മമ്മിക്ക് എന്തോ ഒരു ഇച്ചിരി മനപ്രയാസം ഉണ്ടെന്ന് വെച്ചാൽ ഞങ്ങളുടെ റിലേറ്റീവ് അല്ലെങ്കിൽ മമ്മിയുടെ കൂട്ടുകാരത്തിയൊക്കെ വല്ലത് പറഞ്ഞായിരിക്കും, മമ്മി സെൻസിറ്റീവ് അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സ്വന്തം ആര്യൻ്റെ അമ്മവും പറഞ്ഞായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഡിസൈഡ് ചെയ്യാം, അല്ലെങ്കിൽ അനുമോൾ പറയുന്ന കാരണമല്ല ഞങ്ങൾ ബെഡ് മാറിയത്. ഉരുളുക എന്ന് കേട്ടിട്ടില്ലേ, അതിന് ഇതാണ് പറയുക. ഇതിനെയാണ് നമ്മൾ വീണെടുത്ത് കിടന്നിട്ട് അവിടെ കിടന്നിട്ട് ഒരു ഉരുളൽ. അനുമോൾ പറഞ്ഞ സംഗതി മനസ്സിലാകുകയും അനുമോൾ പറഞ്ഞത് സത്യമായി നടക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് അവർക്ക് വ്യക്തമാണ്, എന്നാൽ സമ്മതിച്ചു കൊടുക്കത്തില്ല. ഇത് തന്നെയാണ് അവളുടെ ഈ ഫോളോവേഴ്സ് അല്ലെങ്കിൽ ഫാൻ അവരും ചെയ്യുന്നത് തന്നെയാണ്, അവരുടെ PR ചെയ്യുന്നത് ഇത് തന്നെയാണ്. അനുമോൾ പറഞ്ഞതിൽ കളവുണ്ട് എന്നാണ് ഇവളും പറയുന്നത്, ഇപ്പോഴും പറയണത് അങ്ങനെ തന്നെ. അനുമോളോട് തീരാത്ത വൈരാഗ്യമുണ്ട്, അസൂയ, വേറൊന്നുമല്ല. അനുമോൾ പറഞ്ഞത് കൃത്യമാണെന്ന് ഓരോരുത്തരായിട്ട് വന്ന് പറയുന്നുണ്ട്. ഇതേ സമയം നമ്മൾ അന്ന് പറയുമ്പോൾ പലരും വന്നിട്ട് പറഞ്ഞു അനുമോളുടെ PR ആണ്, അനുമോളുടെ PR ആയതുകൊണ്ടാണ് ഇത് പറയുന്നത്. മനസ്സിലാക്കിയ കാര്യം പറഞ്ഞാൽ അതിപ്പോൾ ഏത് വിശേഷം പറഞ്ഞാലും, ഇപ്പം അനീഷിൻ്റെ കാര്യം പറഞ്ഞാലും ഷാനാസിൻ്റെ കാര്യം പറഞ്ഞാലും PR ആണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരും, എന്നിട്ട് ഒരു അറ്റാക്കാണ്. ഞങ്ങൾക്ക് കണ്ട കാര്യമല്ലേ പറയാൻ പറ്റൂ. സ്പെഷ്യലി ഞാൻ കാണുന്നതേ പറയുള്ളൂ, അല്ലാതെ ഇട്ടുമൂടി ഒരാളെ സോപ്പിട്ട് സൂപ്പിച്ച് പറയായിരുന്നു എന്നെ കിട്ടത്തില്ല, താല്പര്യവുമില്ല. അനുമോൾ പറഞ്ഞതായിരുന്നു ശരി എന്ന് അവൾ പറയുന്നിടത്തുണ്ട്. മാത്രവുമല്ല മാറിക്കിടന്നത് അമ്മ പറഞ്ഞിട്ടാണ്. അമ്മമാരങ്ങനെ പറയാൻ തക്കവണ്ണമായിട്ട് എന്തവിടെ ഉണ്ടായി? അങ്ങനെ അമ്മമാർക്കും കൂടി തോന്നിയെങ്കിൽ, അമ്മമാരുടെ സുഹൃത്തുക്കൾ ബന്ധുക്കൾ ഒക്കെ പറഞ്ഞെങ്കിൽ, ഒരു പെൺകുഞ്ഞിൻ്റെ അമ്മയായ ജിസേലിൻ്റെ അമ്മ, ആരാ പെൺകുഞ്ഞെന്ന് മനസ്സിലായില്ല, അവർ വരെ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? അപ്പോൾ അങ്ങനെ ഒന്ന് അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നല്ലേ അർത്ഥം. ഇനിയും അവിടെ കിടന്ന് ഉരുണ്ടങ്ങ് മറിയണം, ഒന്നും പറയാനില്ല. ആര്യൻ്റെ മമ്മി ജിസേലിനെ പറഞ്ഞത് ബെസ്റ്റ് ഫ്രണ്ട് എന്നാണ്, അത് കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു. അത് ഞാൻ ആര്യനോട് ബിക്കോസ് അല്ല, അത് ആദില നൂറാനെ എൻ്റെ മകളാണെന്ന് വിളിച്ചപ്പോൾ ആര്യൻ പറഞ്ഞ് ജിസേൽ അപ്പോൾ പറഞ്ഞ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ബിക്കോസ് അത് അത് നല്ലതല്ലേ, ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ. അതുപോലെ തന്നെ അങ്ങനെ ഈ മനസ്സിലായി അവരംഗീകരിക്കുന്നില്ല എന്നുള്ളത് പിടികിട്ടി. ഒരു ചിരി, അതിനകത്ത് എന്ത് എക്സ്പ്ലനേഷൻ പറയണം? ചോദിക്കുന്നവർക്ക് ഒരു കോമൺ സെൻസ് വേണ്ടേ? ആ തള്ളയ്ക്ക് താല്പര്യമില്ലെന്നാ പറഞ്ഞേ, പിന്നെ ഇനിയിപ്പോൾ അതിനകത്ത് എന്തോ പറയാനാ? നടക്കുന്ന ഈ ബിഗ് ബോസ് ഷോ ഇങ്ങനെ പോകുന്നു, അതിനിടയിലാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ഇപ്പോൾ ഈ ജിസേൽ പോയതിനു ശേഷം ആര്യൻ്റെ പ്ലേ എങ്ങനെയാണ് കാണുന്നത്? കാരണം ഇന്നലെ തന്നെ അനുമോളെ നന്നായി പൊരിക്കുന്നുണ്ട് ആ ഷോ. ഇതിൽ കാണാത്ത കാര്യങ്ങൾ കണ്ടിട്ട് എങ്ങനെയാണ് ഞങ്ങൾക്കിടയിൽ വഴക്കുണ്ടാക്കുന്നത്? എന്ത് തോന്നുന്നു ഇപ്പോൾ ആര്യൻ്റെ ഗെയിമാണ്? ആര്യൻ്റെ ഗെയിം നന്നായി. കുറേ ആൾക്കാർ പറയുന്നത് നീ ആയിരുന്നു അവൻ്റെ ഗെയിം വീക്ക് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ അല്ലായിരുന്നു, ഞാനൊരു സപ്പോർട്ട് മാത്രമേ ഉള്ളായിരുന്നു അവർക്ക് വേണ്ടി. ഞാൻ സപ്പോർട്ട് മാത്രമല്ല, ലക്ഷ്മിയാണ് അത് എടുത്തു പറഞ്ഞത്. നീയാണ് അവൻ്റെ ഗെയിം വീക്ക് ചെയ്യുന്നത്, ഇന്ന് ഇറങ്ങിപ്പോടി എന്ന് ലക്ഷ്മിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ളവർ ഏറ്റു പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഞങ്ങൾക്ക് അങ്ങനെയും തോന്നില്ല. നിങ്ങൾ രണ്ടും കൂടെ നല്ല കളിയായിരുന്നു. ആ കളി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടായിരുന്നു. സപ്പോർട്ട് അങ്ങനെ കാണരുത്. പക്ഷേ അവൻ്റെ ഗെയിം നന്നായിക്ക് എനിക്ക് മോർ ദാൻ ഹാപ്പി. ബിക്കോസ് ഞാൻ പുറത്തു പോയാലും എനിക്കൊരു ആര്യൻ ജയിക്കണമെന്ന് എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് എനിക്ക് പക്ഷേ ഒരു കാര്യം കൂടി, ബിഗ് ബോസ് ഇപ്പോഴാണ് അവന് നല്ല നല്ല ടാസ്ക് കൊടുക്കണം. അവന് സീക്രട്ട് ടാസ്ക് കൊടുത്ത്, പിന്നെ മായാമോഹിനി അവൻ നന്നായിട്ട് ചെയ്ത്. അപ്പോൾ അത് അവൻ അതൊരു വലിയ സത്യമാണ്. ബിഗ് ബോസ് ഇപ്പോഴാണ് ആ ചെറുക്കനിക്ക് ടാസ്ക് ഒക്കെ കൊടുത്തത്. ഇതുവരെ അവനൊരു ടാസ്കേ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് ജിസേലായിരുന്നു. ജിസേൽ എന്ന ടാസ്കിന് ചുറ്റും കിടന്ന് കറങ്ങുകയായിരുന്നു ചെറുക്കൻ. ഇപ്പോഴാണ് ചെറുക്കനിക്ക് നല്ല ടാസ്ക് ഒക്കെ കിട്ടിയത്. ഈ പന്ന പെണ്ണ് അവിടെ ഉണ്ടായിരുന്നില്ലായിരുന്നെങ്കിൽ വേറെ ലെവലിൽ പോകേണ്ട ഗെയിമായിരുന്നു അത്, വേറെ ലെവലിൽ നിൽക്കേണ്ട ഗെയിമായിരുന്നു. ഈ ജിസേൽ ഒരുത്തിയാണ് അത് കൊളാക്കിയത്. ഫ്രം ഡേ വൺ അവൻ്റെ ടാസ്ക് 100% നല്ലതാണ്, വിതൗട്ട് എനി ഡൗട്ട്. സോ ഹീസ് എ വെരി ഗുഡ് പ്ലെയർ. അപ്പോൾ ഇപ്പം നല്ല ചെയ്യുന്നുണ്ട്, അപ്പം നല്ല ചെയ്യുന്നുണ്ട്. ഹി വാസ് ഓൾവേസ് ഗുഡ്. പിന്നെ അനുമോളിൻ്റെ അതൊരു ടോം ആൻഡ് ജെറി. അവൻ വെരി ഗുഡ് പ്ലെയർ എന്ന് വേറെ ആരെക്കാൾ നന്നായിട്ട് ജിസേലിനെ പറയാൻ പറ്റുള്ളൂ. കാരണം അവൻ്റെ പ്ലേയുടെ ഏറ്റവും നല്ല വശം മനസ്സിലാക്കിയത് ജിസേൽ ചേച്ചിയാണ്. അപ്പോൾ പിന്നെ സ്വാഭാവികം, അത് നമുക്കൊന്നും പറയാനില്ല. പിന്നെ അനുമോളുടെ അതൊരു ടോം ആൻഡ് ജെറി ഉണ്ട്, അത് നന്നാണ്, എനിക്കും ഇഷ്ടമാണ്. പുള്ളിക്കാരത്തിയുടെ ഇഷ്ടം കൂടെ നോക്കണേ. അല്ലെങ്കിൽ ഞാൻ ഒരു സപ്പോർട്ടായിരുന്നു. നമ്മൾ ഒരു പുതിയ വീട്ടിൽ പോയാൽ അവിടെ 21 ആൾക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ 18 ആൾക്കാരുണ്ടെങ്കിൽ നമ്മളുടെ ഫേവറേറ്റ്സ് ചൂസ് ചെയ്യും. പിന്നെ അതൊരു ഓർഗാനിക് ആയിട്ട് നമ്മളുടെ ഒരു ബോണ്ട് ഉണ്ടാവും. നമ്മൾ ഓർത്തിട്ടല്ല ചെയ്യണം. അങ്ങനെ കോണ്ടന്റ് ഉണ്ടാക്കുമായിരുന്നെങ്കിൽ ഞാൻ കുറേ വഴക്കിടുമായിരുന്നു, ട്രിഗർ ചെയ്യുമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ബിഗ് ബോസിലല്ല പോയത്, ഞാൻ ബിഗ് ബോസ് ഹിന്ദി ചെയ്തിട്ടുണ്ടെന്ന്. അങ്ങനെ ഒന്നുമില്ല, എനിക്ക് അറിയത്തില്ല എന്ന കാര്യം ഒന്നുമില്ല. എനിക്കെല്ലാം ചെയ്യാൻ അറിയാം. പക്ഷേ എനിക്ക് ഫേക്ക് കളിക്കണ്ട, എനിക്കിങ്ങനെ ഡ്രാമ ചെയ്യാനല്ല ഞാൻ പോയത്. ഞാൻ നിങ്ങളെ പറഞ്ഞ പോലെ എനിക്ക് ഒരേ ഒരു ഗോൾ ഉണ്ടായിരുന്നു, മലയാളി
മലയാളി പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇച്ചിരി സ്ഥലമുണ്ടാക്കാൻ അന്ന് ഞാൻ പോയത്. അത് ഞാൻ ഉണ്ടാക്കി, എനിക്ക് നല്ല സന്തോഷമേ ഉള്ളൂ. അതിനുവേണ്ടി ഞാൻ അത് അങ്ങനെ ഒന്നും കളിച്ചിട്ടില്ല. കോണ്ടന്റ് എന്ന് വെച്ചാൽ അത് തനിയെ കോണ്ടന്റ് ആയി പോയതാണ്, ഞാനല്ലല്ലോ ഉണ്ടാക്കിയത്. അങ്ങനെ ഓർത്തിട്ട് നമ്മൾ പോയാൽ പുതപ്പിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചീപ്പ് കോണ്ടന്റ് ആരുണ്ടാക്കും? എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പുതപ്പിൻ്റെ ഉള്ളിൽ ചീപ്പ് കണ്ടന്റ് ആണെന്ന് ആരാ പറഞ്ഞ്? നീ അത് ചീപ്പാണെന്ന് വിചാരിക്കുന്നുണ്ടല്ലേ? അപ്പം ഇവളുടെ PR ആയിട്ട് ഞങ്ങളെയൊക്കെ വന്ന് തെറി പറയുന്നവന്മാരോടാണ് അവൾ തന്നെ പറയുന്നത് ഒരു ചീപ്പ് ഗെയിമാണെന്ന്. അപ്പോൾ അത് ചെയ്തവർക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് ഒരു ചീപ്പ് ഗെയിമാണെന്ന്. പറയണ നമുക്കാ കുറ്റം, ഒന്നും പറയാനില്ല. നിങ്ങൾ എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ മതി കമൻറ്റിൽ. അത് ആ ടാസ്ക് കിട്ടിയപ്പോൾ ഞാൻ ജോക്ക് ചെയ്തിട്ടായിരുന്നു പറഞ്ഞത്. ശരിക്കും ആരെയും പറയുന്നുണ്ടായിരുന്നു ജിസേൽ വന്നത് എനിക്കൊരു ഹണിമൂൺ ഫേസ് ആയിരുന്നു എന്നത്. അത് മലയാളി പ്രേക്ഷകരിൽ ഒരു നെഗറ്റീവായി എടുക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അതവൻ പറഞ്ഞതേ വെറുതെ പറഞ്ഞായിരിക്കും ഹണിമൂൺ ഫേസ്. അതവൻ മേ ബി ഹി വാസ് ടോക്കിംഗ് അബൌട്ട് ദാറ്റ് ഹി വാസ് റൊമാൻറ്റിസൈസിങ് മൈ ഫേസ്. ബട്ട് അതവൻ്റെ വായന എന്തെങ്കിലും വരും. അവനൊരു കോമഡി കളിക്കാവുന്നതാണ്. അത് സത്യം അവനൊരു കോമഡി പീസാണ്. അതുകൊണ്ട് അവ ഉള്ള കാര്യം ഒന്ന് തുറന്നു പറഞ്ഞേ. പിന്നെ വേറൊരെണ്ണം സമ്മർ മീഡിയയിലാണെന്ന് തോന്നുന്നു വന്നിട്ടുണ്ട്. നമ്മുടെ നൂറയുടെ ചന്തിക്കിട്ട് ഒരെണ്ണം താങ്ങുന്നുണ്ട്. എന്നിട്ട് അവൾ തിരിഞ്ഞ് നീ ചന്തിക്ക് താങ്ങിയോടാ എന്ന് ചോദിക്കുമ്പോൾ ആര്യം പറയുന്നുണ്ട്, ജിസേൽ ഇവിടെ ഉണ്ടായിരുന്നതിന് ശേഷം എനിക്ക് വേറെ ആരുടെയും ചന്തിക്ക് താങ്ങേണ്ടി വന്നിട്ടില്ല, ജിസേൽ പോയ ശേഷമാണ് അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വന്നതെന്ന്. അങ്ങനെ എന്തോ റിലേറ്റ് ചെയ്ത് ഒരെണ്ണം പറയുന്നുണ്ടായിരുന്നു. ഏതായാലും അവന് ചന്തിക്ക് താങ്ങാനായിട്ടായിരുന്നു ഇവൾ അവിടെ ഉണ്ടായിരുന്നത്. ഇവളുടെ ചന്തി അവൻ്റെ താങ്ങലായിരുന്നു എന്നുള്ളതാണ് അവൻ പറഞ്ഞു വെക്കുന്നത്. ഇത് എൻ്റെ ഇതിലല്ല കേട്ടോ, സമ്മർ മീഡിയയിൽ കണ്ടതാണ്. ഞാൻ അതിനെപ്പറ്റി പറയാൻ ആഗ്രഹിക്കുന്നില്ല. നോ കമൻസ്. അവിടെ അനുമോൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് PR ഉണ്ട്, ഞാൻ 16 ലക്ഷം കൊടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾ അകത്തായിരുന്നപ്പോൾ കുറേ വർഷം സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർക്കണം 16 ലക്ഷം നമുക്ക് കൊടുത്താൽ കുറേ ആൾക്കാർക്ക് ആഹാരം കിട്ടും, അല്ലെങ്കിൽ വല്ല ഓൾഡ് ഏജ് ഹോം അല്ലെങ്കിൽ വല്ല ഓർഫനേജ് കൊടുത്താൽ നമുക്ക് ആ ബ്ലെസ്സിങ് കിട്ടത്തില്ല. വെറുതെ എന്തിനാ ഇത്രയോ കാശ് PR തന്ന് മടക്കണം? വെറുതെ അതൊക്കെ വേസ്റ്റ് ഓഫ് മണി അല്ലേ? അതാണ് എൻ്റെ വിചാരം. ഞാനാണെങ്കിൽ ഇത്ര കാശ് PR കൊടുക്കത്തില്ല, അത് ഫോർ ഷുവർ ആണ്. അതൊരു സത്യമായ കാര്യമാണ്. ഓൾഡ് ഏജ് ഹോമിനോ വല്ല ഓഫനേജിനോ ഒക്കെ 16 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രയോജനം ഉണ്ടായിരുന്നേനെ. പക്ഷേ ഇതിൽ നിന്ന് വിന്നായിട്ട് വന്നാൽ അതിൻ്റെ കാട്ടിൽ 3 മടങ്ങോ 4 മടങ്ങോ പൈസ അവളുടെ പോക്കറ്റിലേക്ക് വീഴും. അതറിയുമോ ജിസേലിന്? ജിസേലിന് ഇതൊക്കെ അറിയാം. ജിസേലിൻ്റെ ശരീരത്തിൽ ഉപയോഗിക്കുന്ന ഈ കെമിക്കൽ ഐറ്റംസ് ഉണ്ടല്ലോ, മേക്കപ്പ് ഐറ്റംസ്, 1-2 ദിവസം വേണ്ടാന്ന് വെച്ചാൽ തന്നെ എത്ര തുകയാകും? ആ തുക കൊണ്ടുപോയി അങ്ങ് കൊടുത്താൽ പോരായോ? അങ്ങ് മറ്റുള്ളവരെ ഉപദേശിക്കാൻ വലിയ ഉത്സാഹമാണ്. അനുമോള് 16 ലക്ഷം രൂപ അല്ലെങ്കിൽ 20 ലക്ഷം ആവട്ടെ കൊടുത്താൽ അവൾ പിടിക്കാൻ പോണത് 1 കോടി രൂപയായിരിക്കത്തില്ലേ? അതിനേക്കാൾ കൂടുതൽ കിട്ടും. ഇനി ഉദ്ഘാടനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നൊരു എമൗണ്ട് ആലോചിച്ച് നോക്കിക്കാം. അതിൽ നിന്നൊരു തുക അവൾ കൊടുക്കും. അതല്ലേ നല്ലത്? നമ്മൾ പൈസ ഇട്ടിട്ടല്ലേ പൈസ എടുക്കുക. അത് PR അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ തെറ്റെന്താ? നീ ഈ ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും അവിടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എല്ലാവർക്കും ഉണ്ടാവും PR കൊണ്ട് കാര്യമൊന്നുമില്ല എന്ന് അപ്പാനി ശരത്തിന്റെ എവിക്ഷൻ കൂടെ നമുക്ക് മനസ്സിലായതാണ്. സെയിം എമൗണ്ട് അപ്പാനിയും കൊടുത്തതാണ്. അവർ 2 ഫ്രണ്ട്സ് ആണേ പുറത്ത്. എന്നിട്ട് അവൻ പുറത്തായപ്പോഴാണല്ലേ ഇവൾ ആത്മകഥം പോലെ ഈ ഒരു കാര്യം പറഞ്ഞ് അങ്ങോട്ട് ഇട്ട് കൊടുത്തത്. പൊട്ടിയ അതുകൊണ്ടാണ് ഇവളടുത്ത് പോലും പോയി ആ കാര്യം പറഞ്ഞത്. ഒരുപക്ഷെ അവള് ഇത് കണ്ടിട്ടും ഉണ്ടാകാം, സീസണിൽ അവിടുത്തെ ഡിസ്കഷനിൽ നിന്ന് എടുത്തിട്ട് പറയുന്നതുമാകാം. എന്ത് തന്നെയായാലും അതിൻ്റെ ഇടയിൽ കൂടെ അനുമോളെ ഒന്ന് ഡിഗ്രേഡ് ചെയ്യാനൊരു ശ്രമമാണ് നടത്തുന്നത്. നിങ്ങൾ എത്ര ഹേറ്റ് ചെയ്യുന്നു അത്രത്തോളം അവൾ പോയർന്ന് എഴുന്നേറ്റ് വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവൻ്റെ കൂടെ ആര്യൻ്റെ കൂടെ എല്ലാ നിമിഷം ഒരു ലവ് ആകട്ടെ ഫ്രണ്ട്ഷിപ്പ് ആകട്ടെ, ദാറ്റ് വാസ് എവറി സെക്കൻഡ് അതുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും ദാറ്റ് വാസ് എ വെരി പ്യോർ ലവ്. പിന്നെ അത് പറയാൻ നമുക്ക് പറ്റത്തില്ല അത് എന്നാ കൈൻഡ് ഓഫ് ലവ് ആയിരുന്നു. പക്ഷേ ലവ് തോന്നിയിട്ടുണ്ട്. അത് എന്നാ കൈൻഡ് ഓഫ് ലവ് ആണ് അതൊന്നും എനിക്കും അറിയത്തില്ല സത്യം പറഞ്ഞാൽ. പക്ഷേ ഐ വാസ് വെരി പ്രൊട്ടക്റ്റീവ് അബൌട്ട് ഹിം, കെയറിങ് ടുവേർഡ്സ് ഹിം. അവനുമായിരുന്നു എനിക്ക് വേണ്ടി. അതൊരു മ്യൂച്വൽ ആയിരുന്നു. അത് ഫ്രം ഡേ ഫസ്റ്റ് ഉണ്ടായിരുന്നു. അത് ആണുങ്ങൾ എൻ്റെ പുറകിലല്ല. ശരിയാണ്, അവൾക്ക് തന്നെ മനസ്സിലാകാത്ത ഒരു പ്രത്യേകതരം ഒരു ലവ്. അവൾ പറഞ്ഞത് കറക്റ്റാണ്. ഒരു പ്രത്യേകതരം ലവ് അവൾക്ക് ആര്യനോടുണ്ടായിരുന്നു, ആര്യന് തിരിച്ചും ഉണ്ടായിരുന്നു. അത് പുതപ്പിനടിയിൽ മാത്രമാണ് കൂടുതലായിട്ട് അത് വൈകാരികമായി പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണല്ലോ അത്രയും വലിയൊരു ഷോയിൽ അത്രയും മനുഷ്യർക്കിടയിൽ അത്രയും ക്യാമറകൾക്കിടയിൽ ഒരു ബെഡിൽ കിടന്നുകൊണ്ട് ഈ സർക്കസ് കാണിക്കാൻ ഇവർക്ക് തോന്നിയിട്ടുണ്ട്. ആ പ്രേമമൊക്കെ നമുക്ക് മനസ്സിലാവും, സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ്. അത് ഹോർമോണിൻ്റെ ഒരു പ്രശ്നമാണെന്നേ. ഈ ഈസ്ട്രജൻ കൂടുതലുള്ള പെണ്ണുങ്ങൾക്ക് ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. കഴപ്പ് കൂടുതല. അതിങ്ങനെയൊക്കെയാണ് തീർക്കുക. എന്തെങ്കിലും ആവട്ടെ.
അങ്ങനെയല്ല നടന്നത്. ആണുങ്ങൾക്ക് ഇഷ്ടമായിരുന്നു, ഞാൻ അവരെ റെസ്പെക്റ്റ് കൊടുത്ത് അവരെ ആഹാരം കൊടുത്ത്, അതുകൊണ്ട് ആണുങ്ങൾ എന്നെ അപ്രീഷിയേറ്റ് ചെയ്തു. അത് മാത്രമേ ഉള്ളായിരുന്നു. ഞാൻ എന്തോ ഇങ്ങനെ എൻ്റെ ബ്യൂട്ടി കാണിച്ചിട്ടല്ല ആണുങ്ങൾ എൻ്റെ പുറത്ത്. നിങ്ങൾ ആണുങ്ങളെ റെസ്പെക്റ്റ് കൊടുക്കുമ്പോൾ അവരും നിങ്ങളെ റെസ്പെക്റ്റ് തിരിച്ചു കൊടുക്കും. നിങ്ങളെ എടാ പോടാ അല്ലെങ്കിൽ ചീത്ത കാര്യം പറയുമ്പോൾ അവർക്കും പറയാം. അത് മാത്രമേ ഉള്ളൂ. അത് അനുമോൾ ആയിക്കോട്ടെ ലക്ഷ്മി ആയിക്കോട്ടെ, എനിക്ക് ആണുങ്ങളോട് സ്നേഹം അല്ലെങ്കിൽ റെസ്പെക്റ്റ് മാത്രമേ ഉള്ളൂ. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞ് ഞാൻ അത്ര ആണുങ്ങളുടെ കൂടെ താമസിച്ചിട്ടില്ല. വെച്ചാൽ എൻ്റെ മമ്മി, ഞാനും എൻ്റെ വലിയമ്മ, ഞങ്ങൾ 3 പെണ്ണുങ്ങളാണ് എപ്പോഴും താമസിച്ചിട്ടുണ്ട്. ആസ് ഫാർ ആസ് ഐ റിമെമ്പർ, ഐ ഹാവ് നോട്ട് ഹാഡ്, നെവർ സ്റ്റേഡ്, ഐ ഡോണ്ട് ഹാവ് എ ബ്രദർ. സോ ഫോർ മീ, ഞാൻ ആദ്യമായിട്ട് ഇത്ര ചെറുക്കന്മാരുടെ കൂടെ താമസിച്ചിട്ട് ഇഫ് ഐ കുഡ് ഏൺ ദെയർ ലവ് ആൻഡ് റെസ്പെക്ട്, ദാറ്റ് ഇസ് മൈ കഴിവ്. പക്ഷേ ഫോർ ദാറ്റ് ഐ ഹാവ് ഗിവൻ എ ലോട്ട് ഓഫ് ലവ് ആൻഡ് റെസ്പെക്ട്. ഇപ്പോൾ വേറെ കാര്യം ചോദിക്കട്ടെ, ഈ ആദില നൂറ അവർ ലെസ്ബിയൻ കപ്പിൾസ് ആണ്. അപ്പോൾ അനിമോളും ആദില നൂറയുടെ കേസ് അവിടെ നിൽക്കട്ടെ. അത് ഇത് പറയാം, ഒരുപാട് ആണുങ്ങൾക്കൊപ്പം ജീവിക്കാത്തത് കൊണ്ട് ആണുങ്ങളെ കണ്ട ഉടനെ റെസ്പെക്റ്റ് തോന്നി എന്നാ പറയുന്നത്. സൗന്ദര്യം എന്ന് പറയുന്ന ആണുങ്ങളെ കെയർ ചെയ്യുക, റെസ്പെക്റ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഇതും മറ്റേ ആ കുലസ്ത്രീയുടെ ഒരു ടേമും ശരിയായി വരുന്നില്ലല്ലോ. ഈ ആണുങ്ങളുടെ മുമ്പിൽ ഇതുപോലുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് അവരെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ ഒരുതരം കുണുക്കലും കുഴയലും കൊഞ്ചലും ഒക്കെ നടത്തിയിട്ട് ഞാൻ കുലസ്ത്രീയല്ല, അതുകൊണ്ട് ഞാൻ എല്ലാ കൈൻഡ് ഡ്രസ്സും ഇടും എന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ കുലസ്ത്രീയുടെ ഒരു ടോൺ വന്നത് എങ്ങനെയാണ്? ഞാൻ ഭയങ്കര ബോൾഡാണ്, എനിക്ക് ഭയങ്കര ധൈര്യമാണ്, ഭയങ്കര തൊലിക്കട്ടിയാണ്, ഇതൊക്കെ എവള് പറഞ്ഞതാണ് കേട്ടോ, ഇതിനകത്ത് തന്നെ ഉള്ളതാണ്. അങ്ങനെയൊക്കെ ഉള്ള ഒരു വ്യക്തിയാണോ ഈ പറയുന്നത് ആണുങ്ങളെ കെയർ ചെയ്യുന്നു? വല്ലവനെയൊക്കെ നീ കെയർ ചെയ്യാനാണോ അതിനകത്ത് പോയത്? ഇതാ പറഞ്ഞത്, കഥയറിയാതെ എന്താണെന്നറിയാതെ അതിനകത്തേക്ക് കൊണ്ടുവന്ന് ഇവളെ ഇട്ടവരെയാണ് തല്ലേണ്ടത്. ആ കണ്ടസ്റ്റൻ്റ് ആയിട്ട് മറ്റൊരാൾ വന്നിരുന്നെങ്കിൽ അയാൾക്ക് കളിക്കാനുള്ള ഒരു വായ്പ്, അതായത് അതിനുള്ള ഒരു അവസരമാണ് ബിഗ് ബോസ് നിഷേധിച്ചത്. ദയവ് ചെയ്തിട്ട് ഇത്തരം വാഴകളെ കൊണ്ടുവരാതിരിക്കുക. കൊണ്ടുവന്നാൽ തന്നെ ആദ്യത്തെ വീക്കുകളിൽ എവിക്റ്റ് ചെയ്ത് പുറത്തേക്ക് വിടുക. ഇതിനേക്കാൾ നന്നായിട്ട് സരിക പെർഫോം ചെയ്യുമായിരുന്നു, നന്നായി ചെയ്യുന്നുണ്ടായിരുന്നു. ആ കുട്ടീനെ അവിടുന്ന് ചാടിക്കേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ആങ്കർ, അത് പിന്നെ കുറച്ച് ഇറിറ്റേറ്റിംഗ് അറഗൻ ക്യാരക്ടർ ആണെങ്കിൽ പോലും അവളും പെർഫോമിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ലവരായ എത്രയോ പേരെ ഒരു റീസണില്ലാതെ പിടിച്ചു പുറത്താക്കി. ഇത് അങ്ങനെയാണോ? ഈ സാധനത്തിന് അവിടെ ഇട്ടത് അതൊരു ഓയോ റൂമാക്കി മാറ്റുക, അതിൽ കൂടെ കിട്ടുന്ന ഒരു അറ്റൻഷൻ, അത് മാത്രമാണ് ബിഗ് ബോസ് ടീം അംഗങ്ങൾ ഉദ്ദേശിച്ചെന്നുള്ളത് വ്യക്തവും സ്പഷ്ടം. ഒരുപാടുള്ളൊരു കുറേ ഇൻറ്റിമേറ്റ് സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ താങ്കളും ആരിനുള്ള സാധനത്തിന് മാത്രം ഒരു കുറ്റപ്പെടുത്തുകയും അവരുള്ളത് ഫ്രണ്ട്ഷിപ്പാന്ന് പറയുമ്പോൾ എന്താ തോന്നുന്നത്? കാണുന്ന ആൾക്കാരുടെ കണ്ണിനാണ് കുരു. അപ്പോൾ ആ കുരു കൊണ്ടാണ് ഇങ്ങനെ റോങ് സാധനം കാണുന്നത്. എൻ്റെ കാണുന്ന കണ്ണുകൾക്കാണ് കുരു എന്നാ പറയണത്, ശരിയാ. അതുകൊണ്ടാണ് ഈ റോങ് സാധനം കാണുന്നത്. ഇവർ രണ്ടുപേരും ഇവിടെ കെട്ടിപ്പിടിക്കുന്നതോ ഉമ്മ വെക്കുന്നതോ സെക്ഷുവലായിട്ട് നോക്കുന്നതോ ഒന്നും നമ്മൾ കാണാൻ പാടില്ല. അത് കുരു കൊണ്ട് നമുക്ക് തോന്നുന്നതാണ്, അതൊന്നും നമ്മൾ പറയാൻ പാടില്ല. അതൊക്കെ നമ്മൾ കണ്ട് സഹിച്ചോണം. നമ്മൾ ഇത്തരത്തിലുള്ള ഒരു വൾഗർ പടം കാണാൻ കയറിയിരിക്കുകയാണല്ലോ. കുട്ടികൾ ഉൾപ്പെടെ അമ്മമാരുൾപ്പെടെ സന്ധ്യാനേരങ്ങളിൽ ഇതിട്ട് കാണുന്ന ഒരു പരിപാടിയുണ്ട് എല്ലാ വീടുകളിലും. സന്ധ്യാനേരം എന്നല്ല, ഡേ ഫുള്ള് ഇടുന്നവരും ഉണ്ട്. അപ്പോൾ അവർക്ക് കാണാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കുൽസിതങ്ങൾ തന്നെ അവിടെ കാണണം. അത് നമ്മുടെ കണ്ണിലെ കുരു കൊണ്ടാണ് എന്നാണ് മാഡം പറയണത്. അത് കറക്റ്റാണ്. അവൻ ചോദിച്ചത് ഊക്കിയതാ, അവർക്കത് മനസ്സിലായില്ല. ആദില നൂറയെ ഒക്കെ സപ്പോർട്ട് പറയുന്നുണ്ട്, പക്ഷേ നിങ്ങൾ ചെയ്തപ്പോഴത്തേക്ക് കുഴപ്പമെന്ന് പറയണത് എന്ത് അടിസ്ഥാനത്തിലെന്നാണ് അവൻ ചോദിച്ചത്. ആ ചോദ്യത്തിലുണ്ട് കഥ, പക്ഷെ മനസ്സിലാക്കാനുള്ള ക്വാളിറ്റി ഇല്ല, അതാണ് പ്രശ്നം. ഈ ആദില നൂറനെ മറ്റേ ലക്ഷ്മി വീട്ടിൽ കയറ്റില്ല എന്നൊക്കെ പറഞ്ഞല്ലോ, അപ്പോൾ ജിസേൽ വീട്ടിൽ കയറ്റും? അയ്യോ, ആദില നൂറ ഐ തിങ്ക് ഞങ്ങൾ പുറത്ത് പോയി കുറേ ഞങ്ങൾ വീട്ടിലെന്താ ഞാൻ എൻ്റെ ബെഡ്റൂമിൽ കയറ്റുമല്ലോ അവരെൻ്റെ നല്ല ഫ്രണ്ട്സാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ് ആദില നൂറ. ലൈക്ക് വെരി ബെഡ്റൂമിൽ കയറ്റും, എൻ്റെ കൂടെ ട്രാവൽ ചെയ്യും. ഇങ്ങനെയൊക്കെ നമ്മളെ പറയാൻ പറ്റും. നമ്മളൊരു മനുഷ്യനല്ലേ. നമുക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ നിങ്ങളുടെ ദുഷ്മനാകട്ടെ, ദുഷ്മൻ എന്താണ് പറയുന്നത് മലയാളത്തിൽ? ശത്രുക്കളാകട്ടെ, ശത്രുക്കളുടെ പോലെ അങ്ങനെ പറയരുത്. അങ്ങനെ പറഞ്ഞാൽ കുഴപ്പമാണ്. ശത്രുക്കൾ പോലും അങ്ങനെ പറയരുത് എന്ന് പുള്ളിക്കാരത്തി പറയുമ്പോൾ ഞാൻ പൊതുസമൂഹത്തിനോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ഒരു വിഷയം സത്യത്തിൽ വളച്ചൊടിക്കപ്പെട്ടതാണ്. അക്ബറിൻ്റെ അമ്മയാണ് ഇത് തുടങ്ങിയത്. ബാക്കിയുള്ളവർ അത് ഏറ്റുപിടിച്ചു എന്നതിനപ്പുറം അക്ബറിൻ്റെ അമ്മയാണ് പറഞ്ഞത്. ചിലരടുത്ത് സ്റ്റിക്ക് ഓൺ ചെയ്തു. ഇപ്പോൾ അവിടെ ബെന്നി പറയുന്നുണ്ട്. ബെന്നി പറഞ്ഞത് കൊണ്ട് തന്നെ ബെന്നി ഇതിനകത്ത് എവിക്റ്റ് ആകും, ഷുവറാണ്. കാരണം അത് ട്രാൻസുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഷോയായി മാറി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നവർക്കാണ് അവിടെ പ്രിവിലേജ്. ആയിക്കോട്ടെ, ഞങ്ങൾ കുറച്ച് പേർക്ക് പേഴ്സണലി ഞാൻ പറയുകയാണ്, എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ബുദ്ധിമുട്ട് തന്നെയാണ്. ഒരാളെ വീട്ടിൽ കയറ്റും ഇല്ലെന്നല്ല, അതല്ല പറയുന്നത്. ഈ ഒരു കാര്യത്തിനെ നോർമലൈസ് ചെയ്യുന്നതിനോട് എനിക്ക് എഗൻസ്റ്റ് ആണ്, ഞാൻ എതിർക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം.
സോ ഇത്രയേ ഉള്ളൂ. നാട്ടുകാരേത് വളച്ചൊടിച്ച് അത് പറഞ്ഞത് ലക്ഷ്മിയാക്കി മാറ്റിയെടുക്കുന്ന ആ കുതന്ത്രമുണ്ടല്ലോ, കുറച്ചുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കുക. ആദ്യം മുതലേ ഷോ കണ്ടവർക്ക് കാര്യം മനസ്സിലാവും. അതിന് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. ബെഡ്റൂമിനകത്തോ കക്കൂസിനകത്തോ പിടിച്ച് കയറ്റും, ഒരു കുഴപ്പമില്ല. ഇവർക്ക് ഏറ്റവും ബെസ്റ്റ് കക്കൂസാണ്, അവരവിടെ ഉപയോഗിക്കുന്ന കക്കൂസാണല്ലോ, അതങ്ങോട്ട് ചെയ്താൽ മതി. സാധ്യത ആരൊക്കെയാണ്? Finally, obviously, I want Aryan to win. പക്ഷേ if you ask me top 5, that would be Aryan, Anish, Akbar. പിന്നെ രണ്ടുപേരും നിങ്ങൾ ഡിസൈഡ് ചെയ്യും. എൻ്റെ ടോപ്പ് 3 പറയാറുണ്ട് ജിസേലിന്റെ അനുമോളെ പറയാനത്. അനുമോൾ ജയിച്ചാൽ അത് പി ആറിൻ്റെ കാരണമായിരിക്കും. ബിക്കോസ് ടാസ്ക് അത്ര ഫസ്റ്റ് ഡേ തൊട്ട് ടാസ്ക് അത്ര നന്നായിട്ട് ചെയ്തിട്ടില്ല. ഷീ സർവൈവിങ് ദർ. ബട്ട് ടാസ്ക് ആകട്ടെ അല്ലെങ്കിൽ പാർട്ടിസിപ്പേഷൻ അത്ര അനുമോളുടെ ഇല്ലായിരുന്നു. അവൾ ജയിച്ചാലും ഞാൻ ഹാപ്പിയാണ്. ബെസ്റ്റ് ഓഫ് ലക്ക് പറയും. എനിക്ക് അനുമോളും നല്ല ഇഷ്ടമാണ്. അവളും എൻ്റെ സുഹൃത്താണ്. ജയിച്ചാൽ ബെസ്റ്റ് ഓഫ് ലക്ക്. പക്ഷേ ഇച്ചിരി കൂടി ആക്റ്റീവായ നന്നാണ്. ഈ അക്ബറാണോ ബിന്നിയാണോ ശരിക്കും കുത്തിത്തിരിപ്പ് നടത്തുന്നത്? ആക്ച്വലി ബിന്നി കുത്തിത്തിരിപ്പ് ഉണ്ടാക്കും. പക്ഷേ ഇപ്പം അക്ബർ തിരിപ്പ് വലിച്ചുണ്ടാക്കും. മനസ്സിലായോ? വലിച്ച് തിരിച്ചുണ്ടാക്കും. പക്ഷേ അതും അവൻ്റെ ഒരു സ്ട്രാറ്റജി അല്ലേ. നമ്മളെല്ലാവരും ഒരു സ്ട്രാറ്റജി കൊണ്ടുപോയി അവിടെ. അത് അവരുടെ സ്ട്രാറ്റജി. നത്തിങ് ഇസ് റോങ്. എവറിത്തിങ് ഇസ് ഫെയർ ഇൻ ലവ് ആൻഡ് വാർ. ജിസേലിൻ്റെ സ്ട്രാറ്റജി എന്തായിരുന്നു? എൻ്റെ സ്ട്രാറ്റജി ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ ഞാനൊരു സ്ട്രാറ്റജി കൊണ്ടുപോയില്ല. ഞാൻ വെറുതെ ഒരു ദിവസം ഫോൺ വന്നപ്പോൾ ഞാൻ ഇതേ പോകാം, നമുക്ക് കേരളത്തിൽ ഇച്ചിരി സ്നേഹം വേണം, അതോർത്ത് മാത്രം ഞാൻ പോയതാണ്. എനിക്കൊരു സ്ട്രാറ്റജി ഇല്ലായിരുന്നു. പിന്നെ പോയപ്പോൾ ഇവിടെ ജീവിച്ച് നന്നായിട്ട് ജീവിച്ച്. എൻ്റെ സ്ട്രാറ്റജി ഹ്യൂമാനിറ്റി മാത്രമുള്ളായിരുന്നു. PR കൊണ്ടാണ് അനുമോള് ജയിക്കുന്നത്, അല്ലെങ്കിൽ അനുമോള് ജയിക്കത്തില്ല എന്നാ പറയണേ. ഇതിൽ നിന്ന് വ്യക്തമല്ലേ, നല്ല ഒന്നാം തരം കുത്തിക്കിഴപ്പാ. അനുമോൾ അവിടെ ഒന്നും കൊടുത്തിട്ടില്ല, അനുമോൾ അവിടെ യാതൊരു പ്ലേയും കാഴ്ചവെച്ചിട്ടില്ല, അനുമോൾക്ക് യാതൊന്നും അറിയത്തില്ല, അനുമോൾ ശരിയല്ല. ഇതൊക്കെയാണ് പുള്ളിക്കാരത്തിയുടെ പറയുന്നത്. ഈ പറയുന്ന സ്ത്രീ ചെയ്തതിനേക്കാൾ കൂടുതൽ ആ കുട്ടി ചെയ്തിട്ടുണ്ട്. നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട് അനുമോൾ അവിടെ ടാസ്ക് കളിച്ചില്ല, അത് കളിച്ചില്ല, ഇത് കളിച്ചില്ല. അനുമോളുടെ കയ്യിലുള്ള ഒരേ ഒരു ഫോൾട്ട് എന്ന് ഞാൻ വിചാരിക്കുന്നത് ആ പ്ലാച്ചിയെ വെച്ചിട്ടുള്ള ഒരു വൾഗർ ഇതാണ്. എനിക്കത് മാത്രമേ അതിൻ്റെ കൂടെ ഇഷ്ടപ്പെടുള്ളൂ. ബാക്കിയൊക്കെ അവൾ നന്നായി പ്ലേ ചെയ്തിട്ടുണ്ട്. ഇന്നലെയും ഫുഡിൻ്റെ കാര്യത്തിൽ അവൾ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. അത് അങ്ങനെ പാടുള്ളൂ. ആരെയും ഭയക്കാതെ കറക്റ്റായിട്ട് അവരവരുടെ ഒപ്പീനിയൻ പറയുന്നതിൽ എന്താ തെറ്റിരിക്കുന്നത്? അനുമോൾ കൃത്യമായിട്ട് തന്നെ കളിക്കുന്നുണ്ട്. ഇല്ല എന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞാലേ നിനക്ക് ഡിമാൻഡ് ഉള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. പക്ക ഫ്രോഡായ ഒരുത്തിയെ പോയി പൊക്കി തൂക്കി തലയെ വെച്ചിരിക്കുന്നു. മലയാളിയുടെ ഗതികേടെന്നല്ല എന്താ പറയുന്നത്. ഈ പെണ്ണ് പുറത്തിറങ്ങിയിട്ട് നുണയല്ലാതെ വേറെ എന്തെങ്കിലും പറഞ്ഞ് കേൾക്കുന്നുണ്ടോ? നുണച്ചി എന്ന് പറഞ്ഞാൽ പക്ക നുണച്ചിയാണ്. അതിനകത്ത് കാണിച്ചത് മുഴുക്ക നുണകളാണ്. ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു മോഡൽ ആയതുകൊണ്ട് മോഹൻലാൽ തൂക്കി തലയെ വെച്ചു എന്നുള്ളതിനപ്പുറം ഈ സ്ത്രീക്ക് അതിനകത്ത് നിൽക്കാനുള്ള ഒരർഹതയില്ലായിരുന്നു. അവർ തന്നെ പറയുന്നുണ്ട്, ഞാൻ അവിടെ വന്നത് ജസ്റ്റ് ആളുകളുടെ ഇടയിൽ ഒരു ജനഹൃദയങ്ങളിലൊന്ന് നേടാനാണ്, അല്ല കളിക്കാനല്ല എന്ന്. ഇതിൽ പരം ഒരു പരാജയപ്പെട്ട ടീം അംഗങ്ങൾ വേറുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അതായത് ബിഗ് ബോസ് ടീം അംഗങ്ങളെ ഈ ക്രൂസ് അവർ സത്യം പറഞ്ഞാൽ അവൾ തന്നെ പറയണം, ഞാൻ അതിനകത്ത് ചുമ്മാ കയറിയിരുന്നതാ, എന്നെ 60 ദിവസം കൊണ്ടാക്കിയത് ബിഗ് ബോസ് ആണെന്ന്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത്രയും ഞാനും പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അവിടെ നടന്നത് നല്ല കാമപ്രാന്താണ്. ആ കാമപ്രാന്ത് കണ്ട് ആസ്വദിക്കുന്ന ഒരു പ്രത്യേക തരം ഓഡിയൻസിനെയാണ് അവർ എക്സ്പെക്ട് ചെയ്തത്. അങ്ങനെയുള്ള കുറേ ഓഡിയൻസ് ഉണ്ടായിരുന്നു. അതിനെതിരെ പറയുന്ന കുറേ സദാചാരവാദക്കാർ എന്ന് മുദ്ര കുത്തപ്പെടുന്ന സാംസ്കാരിക സമ്പന്നരെയാണ് അവർ അഡ്രസ്സ് ചെയ്തത്. ഇപ്പോൾ രണ്ടു കൂട്ടരും തമ്മിൽ തല്ലുമ്പോൾ അവർക്ക് അവരുടെ TRP വർദ്ധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ആകെയുള്ള ബെനിഫിറ്റ്. ഏഷ്യാനെറ്റിനെ വേശ്യാനെറ്റ് എന്ന് ആളുകൾ പറയുന്നത് ഇതുകൊണ്ട് കൂടിയാണ് എന്ന് ഞാൻ പറയുന്നു. താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.